വരെ 4 ദിവസങ്ങളിലായി ഏച്ചിലാംവയലുള്ള പയ്യന്നൂർ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ വെച്ച് നടക്കും. ശാസ്ത്രോത്സവത്തിന്റെയും പുതുതായി നിർമ്മിച്ച 1ാം നിലയുടെയും ഉദ്ഘാടനം ഒക്ടോബർ 17 വെള്ളിയാഴ്ച ടി.എ. മധുസൂദനൻ നിർവഹിക്കും. 2025-26 വാർഷിക പദ്ധതിയിൽ ശാസ്ത്ര വിഷയങ്ങളിൽ മികവുയർത്തുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനായി വിഭാവനം ചെയ്ത പരിപാടിയാണിത്. പണി പൂർത്തീകരിച്ച വാനനിരീക്ഷണ കേന്ദ്രത്തിന്റെ 1ാം നിലയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും. ഇതിന്റെ ഭാഗമായി നഗരസഭയിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി 2 ദിവസത്തെ ക്യാമ്പ്, കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ജ്യോതിശാസ്ത്ര പ്രതിഭാ പുരസ്കാര ജേതാക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ജില്ലാതല ക്വിസ് മത്സരം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം, പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ LP UP സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, ജ്യോതിശാസ്ത്ര ക്ലാസുകൾ, ക്യാമ്പുകൾ, വാനനിരീക്ഷണം, പ്ലാനറ്റേറിയം പ്രദർശനം എന്നിവ സംഘടിപ്പിക്കും. ശാസ്ത്രോത്സവത്തിന്റെയും പുതുതായി പണി കഴിപ്പിച്ച 1ാം നിലയുടെയും ഉദ്ഘാടനം ഒക്ടോബർ 17 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ MLA ടി.ഐ. മധുസൂദനൻ നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിക്കും. ISRO റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ VP ബാലഗംഗാധരൻ മുഖ്യാതിഥിയായിരിക്കും. പരിപാടിയുടെ ഭാഗമായി ഒക്ടോബർ 18 ശനിയാഴ്ച 3 മണിക്ക് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രവും ശാസ്ത്രബോധവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. പ്രസിദ്ധ വാനനിരീക്ഷകനും ഗ്രന്ഥകാരനുമായ പ്രൊഫസർ K. പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 17 വെള്ളിയാഴ്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പും ഒക്ടോബർ 20 തിങ്കളാഴ്ച UP സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പും നടക്കും. വാർത്താ സമ്മേളനത്തിൽ KV ലളിത, C. ജയ, T. വിശ്വനാഥൻ, PV കുഞ്ഞപ്പൻ, PP സമീറ, R. മുരളീധരൻ, T. മധു, CK ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമാന്തര ഹോട്ടലുകളായി പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തട്ടുകടകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഹോട്ടലുകൾ അടച്ചിട്ട് ഹോട്ടലുടമകൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നു. ആദ്യഘട്ടമായി ഒക്ടോബർ 17 രാവിലെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലൈസൻസ്